ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സോപ്പ് പെട്ടി വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇവിടെ 4 സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സോപ്പ് പെട്ടിയും ഏകദേശം ഒരേ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 4 സോപ്പ് പെട്ടി നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 4 സോപ്പ് പെട്ടി ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലത്തെ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സോപ്പ് പൗഡർ മേലെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ അടുത്തടുത്തായിട്ട് ഗ്യാപ്പില്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 4 സോപ്പ് പെട്ടിയും ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 4 അതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 റെഡ് ടാപ്പ് വെച്ചിട്ടും 2 ഗ്രീൻ ടാപ്പും വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് വശത്തും അടിവശത്തൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല, അവിടെ ഒന്നും നമുക്ക് കാണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി നമ്മുടെ സോപ്പ് പെട്ടിയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാർഡ്ബോർഡ് പീസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സോപ്പ് പെട്ടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് 2 മറ്റേ വശത്ത് 2 ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ചിട്ടുള്ളത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പെട്ടിയുടെ ഉള്ളിലായിട്ടും കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദേ നമ്മുടെ സോപ്പ് പെട്ടി വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെന്ന്, പെൻസിൽ അതൊക്കെ ഇട്ട് വെക്കാനുള്ള ഓർഗനൈസറായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഓർഗനൈസറായിട്ടോ, അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.